മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ. താൻ ഗണേഷ് കുമാറിന്റെ വാളകത്തെ വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ കണ്ടെന്ന് ഭാര്യ ബിന്ദു മേനോൻ. മുന്നറിയിപ്പില്ലാതെയാണ് താൻ എത്തിയത്. തന്റെ കയ്യിൽ തെളിവുകളുണ്ട്, ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. മന്ത്രിയുടെ കൂടെയുള്ളവർ തന്നെ തടഞ്ഞുവെച്ചു, വാതിലടച്ച് കുറ്റിയിട്ടു, ഫോൺ പിടിച്ചു വാങ്ങാനും ശ്രമിച്ചു. മന്ത്രിയും ഒപ്പമുള്ളവരും തനിക്കെതിരെയാണ്. താൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസ് വന്നിട്ടും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല. 2 മാസമായി ഗണേഷ് കുമാറുമായി അകന്നാണ് കഴിയുന്നത്. പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് സംശയരോഗമാണെന്ന് ഗണേഷ് കുമാർ പ്രചരിപ്പിച്ചു. പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആളുകൾ നിൽക്കൂ എന്നും ബിന്ദു മേനോൻ പറഞ്ഞു. വിവരങ്ങളുമായി വിനയ രാജാണ് ഇപ്പോൾ ചേരുന്നത്. വിനയ, ഇപ്പോൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെയാണ് ഭാര്യയായ ബിന്ദു മേനോൻ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. വാളകത്തെ വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് ഗണേഷ് കുമാറിനെ കണ്ടു എന്നാണ് ഭാര്യയായ ബിന്ദു മേനോൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെയാണ് ഇപ്പോൾ തുറന്നടിച്ചുകൊണ്ട് ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും ബിന്ദു മേനോൻ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, താൻ അപ്രതീക്ഷിതമായി ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് പോയി ആ സമയത്ത് ഗണേഷിനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ താൻ കണ്ടു എന്നാണ് ഇപ്പോൾ ബിന്ദു വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ ദൃശ്യങ്ങളടക്കം തന്നെ താൻ പകർത്താൻ ശ്രമിച്ചു. ആ പകർത്താൻ ശ്രമിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, തന്റെ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു എന്നാണ് ബിന്ദു വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഗണേഷ് കുമാറിന്റെ ഡ്രൈവറാണ് തന്റെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ സമയം ബിന്ദു ഈ കാര്യങ്ങൾ പറഞ്ഞ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ബിന്ദു ഇക്കാര്യത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കുക എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് തന്നെ സമൂഹത്തിൽ സുരക്ഷയില്ല എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ അടക്കം വരും എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ തുടർന്ന് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ ഇതിനെ തുടർന്ന് താൻ പോലീസിനെ വിവരം അറിയിച്ചപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് ബിന്ദു വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഒരു മന്ത്രിയാണ്, ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കിനാണ് പോലീസ് വില കൽപ്പിച്ചത്. തന്റെ മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല എന്നും ബിന്ദു വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് മന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ പോലീസിനെതിരെയും ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പരാതി നൽകി താൻ പോലീസിനെ വിളിച്ചു പറഞ്ഞു, തൻ്റെ അടുത്ത് വേണ്ട ദൃശ്യങ്ങളുണ്ട്, തൻ്റെ തെളിവുകളുണ്ട്, തന്നെ മർദ്ദിച്ചതിനുള്ള തെളിവുകളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ബിന്ദു വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും തന്റെ മൊഴി രേഖപ്പെടുത്താനൊന്നും പോലീസ് തയ്യാറായിട്ടില്ല എന്നൊരു ആരോപണം കൂടി ബിന്ദു മേനോൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി തങ്ങൾ അകന്നാണ് ജീവിക്കുന്നത്, എനിക്ക് വേണ്ട പരിഗണനയൊന്നും തന്നെ ലഭിക്കുന്നില്ല, പല സ്ത്രീകളുമായും ഗണേഷ് കുമാറിന് ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളും ബിന്ദു മേനോൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ മുന്നോട്ട് വെക്കുന്നത്. പോലീസിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ത്രീകൾക്ക് സുരക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് പറയുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും സ്ത്രീകൾക്ക് പോലീസിനെ വിളിക്കാം. അതിനു വേണ്ടിയുള്ള നമ്പർ 122 എന്ന നമ്പർ അടക്കം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഉണ്ടായില്ല. തന്റെ കയ്യിൽ തെളിവുണ്ട്, ദൃശ്യങ്ങളുണ്ട്, തന്നെ മർദ്ദിച്ചതിനുള്ള ദൃശ്യങ്ങളുണ്ട്, അതെല്ലാം തന്നെയുണ്ട്. പക്ഷേ പോലീസ് ഒരു മന്ത്രി ആയതുകൊണ്ട് തന്നെ മന്ത്രി പോലീസിനോട് വസതിയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് പോലീസ് വരാതെ ഇരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ബിന്ദു മേനോൻ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ പോലീസിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ബിന്ദു മേനോൻ മുന്നോട്ട് വെക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ആരോപണങ്ങൾ അടക്കം തന്നെ തള്ളുകയാണ് കെ.ബി. ഗണേഷ് കുമാർ ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള വ്യാജ പ്രചരണമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്.
ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ തനിക്കെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഇത്രയും കാലമില്ലാത്ത പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയും KB ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയും ഇത് സമാനമായ രീതിയിലുള്ള പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതേ പരാതികൾ തന്നെയാണ് ഇപ്പോൾ ബിന്ദു മേനോന് മുന്നോട്ട് വെക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നൊരു കാര്യം കൂടി മുന്നോട്ട് വരുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ആരോപണങ്ങൾക്ക് മറുപടി ഗണേഷ് കുമാർ നൽകുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് പറയുന്നത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സമൂഹത്തിൽ വേണ്ട സുരക്ഷ ലഭിക്കാത്ത പക്ഷം സാധാരണക്കാർക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ സുരക്ഷ ലഭിക്കുന്നത്? അവരെങ്ങനെയാണ് പോലീസിനെ വിളിച്ച് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയുക എന്നൊരു ചോദ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു ജനപ്രതിനിധിയുടെ ഭാര്യയ്ക്ക് പോലും സംരക്ഷണം ലഭിക്കാത്ത കേരളത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും സംരക്ഷണം ലഭിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു സാധാരണക്കാരിക്ക് സംരക്ഷണം ലഭിക്കുക എന്നൊരു ചോദ്യം കൂടി ഉടലെടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ബിന്ദു മേനോൻ മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഭാര്യ ഉന്നയിച്ചിരിക്കുന്നത്. താൻ ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം തന്നെ. എന്തായാലും മുന്നറിയിപ്പില്ലാതെയാണ് താൻ എത്തിയിരുന്നതെന്നും തൻ്റെ കയ്യിൽ അതിന് മതിയായ തെളിവുകളുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഭാര്യയുടെ ആരോപണം. എന്തായാലും ഇതുമ്പോൾ തെളിവുകളുമായി ബന്ധപ്പെട്ട് കുറേ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെന്നും ഈ ഭാര്യ പറയുന്നുണ്ട്. എന്തായാലും ഒപ്പമുള്ളവരും തനിക്കെതിരെയാണെന്നും പോലീസിൽ വിവരം അറിയിച്ചിട്ടും പോലീസ് വന്നിട്ടും പ്രശ്നത്തിലൊന്നും ഇടപെട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. എന്തായാലും പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് സംശയരോഗമാണെന്നാണ് ഗണേഷ് കുമാർ പ്രചരിപ്പിച്ചതെന്നും ഒക്കെ ഈ ഭാര്യ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പവറിൻ്റെയും പൊസിഷൻ്റെയും കൂടെയല്ലേ ആളുകൾ നിൽക്കൂ എന്നാണ് ഇപ്പോൾ ബിന്ദു മേനോൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയരാജാണ്. തനിക്കെതിരായി നടക്കുന്ന ആരോപണങ്ങൾ തെറ്റെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണമാണ്. ഇതിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസുകാരാണ്, പ്രണയമില്ലാത്തവർ പൊട്ടന്മാരാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ 5000 പ്രണയമുണ്ട്. ജവഹർലാൽ നെഹ്റുവിനും മാധവി കുട്ടിക്കും പ്രണയമുണ്ടായിരുന്നുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മന്ത്രി KB ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന ഭാര്യ ബിന്ദു മേനോന്റെ ആരോപണത്തിന് പിന്നാലെ ഇപ്പോൾ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഗണേഷ് കുമാർ. തനിക്കെതിരായി നടക്കുന്ന ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്നാണ് ഇപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്രചാരണമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നും ഇതിലും വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ഇത്തരത്തിൽ തനിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി വരുന്നതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും ഇത്തരത്തിൽ ഗണേഷ് കുമാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും പ്രണയമില്ലാത്തവർ പൊട്ടന്മാരാണെന്നും ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് 5000 പ്രണയമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനും മാധവി കുട്ടിക്കും ഒക്കെ പ്രണയം ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ തനിക്കെതിരെ വന്ന ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് KB ഗണേഷ് കുമാർ. ഇത്തരത്തിൽ തനിക്കെതിരെ വന്ന ആരോപണം തെറ്റാണെന്നാണ് ഇപ്പോൾ KB ഗണേഷ് കുമാർ പറയുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ കോൺഗ്രസ്സുകാരാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും തന്നിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പ്രകടിപ്പിക്കുന്നത്. ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും ജനങ്ങൾ തന്നെ വിജയിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്.